التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. ഇനി ലൈസാൻ്റെ സ്ഥാനത്ത് നടക്കുന്ന അഥവാ ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബും ചെയ്യുന്ന ഹർഫുകളെക്കുറിച്ചാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. നോക്കാം. വ ഉജിരിയ മുജിറ ലൈസ. വ ഉജിരിയ നടത്തപ്പെട്ടു, മുജിറ ലൈസ ലൈസാൻ്റെ സ്ഥാനത്ത് നടത്തപ്പെട്ടു. ഏത് വിഷയത്തിലാണ്? ഫി റഫ്ഇൽ ഇസ്മി ഇസ്മിന് റഫ് ചെയ്യുന്ന വിഷയത്തിലും വനസ്ബിൽ ഖബരി ഖബറിന് നസ്ബ് ചെയ്യുന്ന വിഷയത്തിലും സലാസത്തുൻ മിൻ ഹുറൂഫിൻ നഫി നഫീൻ്റെ ഹുറൂഫുകളിൽ നിന്ന് മൂന്നെണ്ണത്തെ നടത്തപ്പെട്ടു. ഇവിടെ മൂന്നെണ്ണാണ് ഇബ്നു ഹിശാം റഹ്മഹുല്ല പറയുന്നത്. വഹിയ അതേതൊക്കെയാണ്? ആണ്, വലാണ്, വലാത്തയാണ്. ഇബ്നു മാലിക് റഹ്മഹുല്ല ഇൻകൂടി അൽഫിയിൽ പറഞ്ഞിട്ടുണ്ട്, 4 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചിലയിടക്കൽ ഖലീലാണ്, അതിൻ്റെ അമല് നാദിറാണ്. അതുകൊണ്ടായിരിക്കും അവിടെ പറയാത്തത്. സിബവഹി ഇമാമും ഫറ ഇമാമും അതേപോലെ തന്നെ ബസ്രക്കാരിൽ അക്സറും അത് അമല് ചെയ്യൂല എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇവിടെ 3 പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഏതാണ് ഈ പറഞ്ഞ 3? ഈ അൽഫിൽ ഇബ്നു മാലിക് റഹ്മഹുല്ല പറഞ്ഞല്ലോ, ഇഅമാല ലൈസ ഉഅമിലതു മാ ദൂന ഇൻ മഅ ബഖന്ന ഫീ വതർതീബിൻ സുക്കിൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും നോക്കാം നമുക്ക്. അമ്മ മ ഓരോന്നിനെ കുറിച്ചും പറയാം. അമ്മ മ എന്നാൽ മന്നാഫിയത്തു മന്നാഫിയാകുന്നത് ഫഇന്നഹ അപ്പോൾ തീർച്ചയായും അത് തഅമലു ഈ മന്നാഫിയ തഅമലു അത് അമല് ചെയ്യും. അമല ലൈസ ലൈസാൻ്റെ അമൽ അത് ചെയ്യും. മന്നാഫിയ ആരുടെ അടുക്കലത്? ഇൻദൽ ഹിജാസിയീന ഹിജാസുകാരുടെ അടുക്കലാണ്. വബി ലുഗതിഹിം അവരുടെ ഭാഷയിലാണ്, അവരുടെ ലുഗയിലാണ് ജാഅത്ത് തൻസീലു ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. കമായ എത്തി വരും പോലെ അതിനെ കുറിച്ച് വരും. അപ്പോൾ ഇതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ലൈസനോട് എന്താ സാദൃശ്യത ഉണ്ട്. ഏത് വിഷയത്തിലാണ്? ഹാലിനെ നഫി ചെയ്യുന്ന വിഷയത്തിലും അതുപോലെ നെക്രൻ്റെയും മാരിഫൻ്റെയും മേൽ പ്രവേശിക്കുന്ന വിഷയത്തിൽ ലൈസയോട് ഇതിന് സാദൃശ്യമുണ്ട്. വലാക്കിൻ പക്ഷേ നിബന്ധനകളുണ്ട്. വലാക്കിൻ പക്ഷേ ഈ അമാലിഹ ഈ മന്നാഫിയയെ അമല് ചെയ്യിക്കുന്നതിന് ലൈസ ലൈസയെ പോലെ അമല് ചെയ്യിക്കുന്നതിനുണ്ട്. ഇൻദഹും അവരുടെ അടുക്കൽ അർബഅതു ശുറൂത്തിൻ 4 ഷർത്തുകളുണ്ട്. അതേതാ? അശാറ ഇലൽ അവ്വലി ഒന്നാമത്തേതിലേക്കാണ് മുസന്നിഫ് റഹ്മഹുല്ല ഇബ്നു ഹിശാം റഹ്മഹുല്ല ബിഖൗലിഹി തൻ്റെ ഖൗല് കൊണ്ട് ഇഷാറത്താക്കിയത്. എന്താവണം? ഇൻ തഖദ്ദമൽ ഇസ്മു അലൽ ഖബരി ഖബറിനേക്കാൾ ഇസ്മ മുന്തി വരണം. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന എന്താണ്? ആദ്യം ഇസ്മ വരണം, പിന്നെ ഖബർ വരണം എന്നർത്ഥം. തർത്തീബ് വേണം. ഇബ്നു മാലിക് പറഞ്ഞല്ലോ, യഅമാല ലൈസ ഉഅമിലത് മാ ദൂന ഇൻ. അവിടെ നിബന്ധന പറയുന്നുണ്ട്. ലൈസാൻ്റെ അമൽ ചെയ്യിപ്പിക്കപ്പെട്ടു. മാ ദൂന ഇൻ സായിദ ഇന്നുണ്ടാവരുത്. മാ ബഖൻ നഫി ബാക്കിയാവണം, നഫി മുറിഞ്ഞു പോകരുത്. ഓ തർത്തീബിൻ സുക്കിൻ കണ്ടാ അവിടെ തർത്തീബ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ തർത്തീബ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ? ആദ്യം ഇസ്മും പിന്നെ ഖബറും വരണം. അപ്പോൾ ഫലൗ തഖദ്ദമൽ ഖബറു ഇനി ഖബർ എങ്ങാനും ഇസ്മിനേക്കാളും മുന്തി വന്നാലോ ഉഹ്മിലത് അപ്പം മന്നാഫിയെ അമല് ചെയ്യിപ്പിക്കപ്പെടൂല. ഖൗലിഹിം അറബികളുടെ ഖൗല് പോലെ മാ മുസീഉൻ മൻ അഅതബ എന്ന് പറയുന്നത് പോലെ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ഒരുത്തൻ അവനെന്തല്ല? മുസി അല്ല, അകന്നു നിന്നവൻ മാ മുസി ഉൻ മുസി അല്ല എന്നാ. ഇവിടെ അങ്ങനെ നോക്കി മാ മുസി ഉൻ എന്നുള്ളതാ ഖബർ. മാ മന്നാണ് ശരിക്കും അതിൻ്റെ എന്താ അവിടെ ഇസ്മായിട്ട് വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് പിഞ്ചി വന്നതുകൊണ്ട് പിന്നെ അമലില്ല. പിന്നെ മൻ അവിടെ മുബത്തതാണ്. മൻ അഅതബ മൻ മുബത്ത മുസി എന്നുള്ളത് ഖബറായിട്ട് വരും. അപ്പോൾ മുസി ഖബറും മുന്തി വന്നതുകൊണ്ട് മാക്ക് അമല് കിട്ടിയില്ല. അതുകൊണ്ട് മാൻ്റെ ഇസ്മെന്ന് പിന്നെ പറയാൻ പറ്റൂല. ഏത് മന്നിനെ മുസി എന്നുള്ള മാൻ്റെ ഖബർ അങ്ങനെ പറ്റൂല എന്നർത്ഥം. വ ഇലസാനി രണ്ടാമത്തതിലേക്ക് ഇഷാറത്താക്കി. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിൽ ഇപ്പോൾ ഈ അമൽ നമ്മൾ പറഞ്ഞില്ലേ തർത്തീബ് ഉണ്ടാവണം എന്നറിയില്ലേ. ഇവിടെ ഇൻ തഖദ്ദമൽ ഇസ്മു അലൽ ഖബരി അത് ഇസ്മ ഖബറിനേക്കാൾ മുന്തണം എന്ന് പറഞ്ഞല്ലോ. ആ ഷർത്ത് ആരുടെ അടുക്കലില്ല അറിയാം? ഫറ ഇമാമിൻ്റെ അടുക്കലില്ല. ഫറ ഇമാം മൂപ്പര് പറയുന്ന അവിടെ തർത്തീബൊന്നും മൂപ്പർക്ക് ആവശ്യമില്ല. ദർഫും ജാർ മജ്റൂർ ആണെങ്കിൽ പോലും പറ്റില്ല. ഇബ്നു ഉസ്ഫൂറിൻ്റെ അടുക്കൽ ദർഫും ജാർ മജ്റൂർ ആണേ പറ്റും. അപ്പോൾ അങ്ങനെ കയ്യിൽ അഭിപ്രായങ്ങളുണ്ട്, അതുകൂടി മനസ്സിലാക്കുക. പിന്നെ
വഇലസാനി രണ്ടാമത്തെ നിബന്ധനയിലേക്ക് ബിഖൗലിഹി തൻ്റെ ഖൗല് കൊണ്ട് മുസന്നിഫ് ഇശാറത്താക്കി വലം യുസ്ബഖ് ബിഇനി സായിദതി സായിദായ ഇന്നുകൊണ്ട് എന്താവാൻ പാടില്ല, അത് അതിൻ്റെ ഇസ്മ മുൻകടക്കാൻ പാടില്ല. ഇസ്മ മുൻകടക്കപ്പെടരുത് ബിഇനി സായിദായ ഇന്നുകൊണ്ട്, അപ്പം അമലുണ്ടാവില്ല. അപ്പോൾ ഫൈൻ സുബിഖ ബിഹ ആ സായിദായ ഇന്ന് മുൻകടക്കപ്പെട്ടാൽ, ആ ഇസ്മ മുൻകടക്കപ്പെട്ടാൽ ബിഹ ആ എന്താ സായിദായ എന്നുകൊണ്ട് മുൻകടക്കപ്പെട്ടാൽ ഉഹ്മിലത്ത് അപ്പം നാഫിയ അമലി ചെയ്യിപ്പിക്കപ്പെടൂല, അമലിനെ തൊട്ട് മുടക്കം ചെയ്യപ്പെടും. കൗലിഹി അതിന് ഷായറിൻ്റെ കൗല് തെളിവ് നോക്കി നിങ്ങൾ ബനി ഉദാനത മാ ഇൻ അൻതുമു സഹബുൻ വലാ സരീഫുൻ വലാകിൻ അൻതുമു ഖസഫു. എന്താ ബനു ഖുദാന ഗോത്രമേ. ബനു ഖുദാന എന്ന് പറഞ്ഞാൽ ഒരു ഹയ്യും മിൻ ബനി യർബു എന്നുള്ള ഹയ്യാണ്, ബനു യർബു എന്നുള്ള. അപ്പോൾ അവിടെ ഒരു മുനാദ കളഞ്ഞു പോയിട്ടുണ്ട്, കളഞ്ഞതാണ്. അപ്പോൾ ബനു ഖുദാനെ ഗോത്രമേ മാ ഇൻ അൻതും ദഹബുൻ, മാ ഇൻ അൻതും കണ്ട അൻതും എന്നുള്ള ഇസ്മിൻ്റെ മുമ്പേ ഇന്ന് വന്നു. അപ്പം മാക്ക് പിന്നെ അമലില്ല, പിന്നെ അൻതും എന്നുള്ളത് മുബ്തദായി. അല്ല സായിദായിനാണ് മുന്നേ പറഞ്ഞു. മാ ഇൻ അൻതും ദഹബുൻ നിങ്ങൾ ദഹബല്ല, സ്വർണമല്ല, വലാ സരീഫുൻ വെള്ളിയുമല്ല, സരീഫ് പറഞ്ഞാൽ ഫിദ്ദ വെള്ളിയുമല്ല, വലാക്കിൻ ബറിച്ച് അൻതും നിങ്ങളിൽ ഖസഫു ഓടാണ്. അത് പറഞ്ഞാൽ നിങ്ങൾ താഴ്ന്ന വിഭാഗക്കാരാണ് പൊങ്ങച്ചെന്നടിക്കേണ്ട അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് തെളിവ് എന്ന് പറഞ്ഞാൽ മാ ഇൻ അൻതും ദഹബുൻ വലാ സരീഫുൻ, ആ ഇന്നുള്ളത് കൊണ്ട് ഇന്ന് സായിദായി ഇന്ന് അൻതും എന്നതിൻ്റെ മുമ്പ് വന്നല്ലോ, അതുകൊണ്ട് മാ കമൽ കിട്ടിയില്ല. അപ്പോൾ അൻതും മുബത്തതായിട്ടാണ് പോവുക, മനസ്സിലായില്ലേ? അതാണ് ഇവിടെ തെളിവ്. എൻ്റെ ഇറാബ് അറിയാലോ, ബനി എന്നുള്ളത് മുനാദ മുദാഫാണ്, നിദാൻ്റെ ഹർഫ് മഹ്ദൂഫാണ്. യാ ബനി ഖുദാന എന്ന ഖുദാനത്ത മുദാഫിലേഹി സർഫനത്തോട് തടയപ്പെട്ടതാണ്. പിന്നെ മാ ഹർഫ് നഫി, പക്ഷേ അമലില്ലാതെ ആളായിപ്പോയി. കാരണം എന്താ, ഇന്ന് പിന്നെ ശേഷം വന്നു സായിദ, ഇന്ന് സായിദാണ്. അൻതും അപ്പോൾ നമ്മൾ ഇറാബ് വെക്കുക മുൻഫസില ദമീർ മുബ്തദ എന്ന് വെക്കുക, അല്ലാണ്ട് മാൻഡിസ്മി എന്നല്ല, കാരണം അമലില്ലാലോ. അപ്പോൾ മുബ്തദ വെക്കണം, മുബ്തദ വെക്കണം. ദഹബ് എന്നുള്ള ആ അൻതും എന്ന മുബ്താൻ്റെ ഖബർ അങ്ങനെ വരിക, മനസ്സിലായോ? വാവ് അത്ഫിൻ്റെ ഹർഫാണ്. ലാ സായിദ് നഫീനെ തൗക്കീൽ ചെയ്യാൻ വേണ്ടി. സരീഫുൻ എന്നുള്ളത് മഅത്തൂഫ് ദഹബിൻ്റെ മേലേക്ക്. വലാക്കിൻ വാവ് അത്ഫിൻ്റെ ലാക്കിൻ ഹർഫ് ഇസ്തിദ്റാക്കാണ്. അൻതും മുബ്തദ, അൽ ഹസഫു എന്നുള്ളത് ഖബർ, അങ്ങനെയാണ് വരിക. അപ്പോൾ അമൽ കിട്ടിയില്ല, നമ്മൾ തെളിവ് പറഞ്ഞത്. അപ്പോൾ രണ്ട് ഷർത്ത് നമ്മൾ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു ഓർമ്മ വേണം. അതാണ് ഇബ്നു മാലിക് പറഞ്ഞത്. എന്താ ആദ്യത്തെ ബൈത്തിൽ തന്നെ പറഞ്ഞല്ലോ, മാദൂന ഇൻ ഇമാല ലൈസ ഉമിലത്ത് മാദൂന ഇന്ന് കൂടാതെ, അതാണ്. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. എന്താ തർത്തീബ് വേണം, ആദ്യം ഇസ്മും പിന്നെ ഖബർ വരണം. ഖിലാഫ് ഫറാൻ്റെ അടുക്കൽ അങ്ങനത്തെ പ്രശ്നമല്ല, ഇബ്നു ഉസ്സൂറിൻ്റെ അടുക്കൽ ജാർ മജ്റൂറും അങ്ങനെ പറ്റും എന്നൊക്കെ അഭിപ്രായമുണ്ട്. ജാർ മജ്റൂറാണെങ്കിൽ പറ്റും എന്നൊക്കെ അഭിപ്രായമുണ്ട് ഇബ്നു ഉസ്സൂറിൻ്റെ അടുക്കൽ. പിന്നെ രണ്ടാമത് പറഞ്ഞത് നമ്മൾ ഇന്ന് സായിദ ഇന്ന് മുൻകടക്കത്തിനാണ്. വഇല സാലിസത്തി മൂന്നാമത്തതിലേക്ക് ബിഖൗലിഹി തൻ്റെ ഖൗല് കൊണ്ട് മുസന്നിഫ് ഇശാറത്താക്കി വലാ യുസ്ബഖ് ബിമാമൂലിൽ ഖബരി, അതുകൊണ്ട് വലാ യുസ്ബഖ് ആ ഇസ്മ മുൻകടക്കരുത് ബിമാമൂലിൽ ഖബരി, ഖബറിൻ്റെ മാമൂല് കൊണ്ട്. ഖബറും പറ്റൂല നമ്മൾ പറഞ്ഞു, ഖബറിൻ്റെ മാമൂലും പറ്റൂല. ഫലൗ സുബിഖ ബിഹി, അപ്പോൾ ഫലൗ സുബിഖ ഈ ഇസ്മ മുൻകടക്കപ്പെട്ടാൽ ബിഹി ആ ഖബറിൻ്റെ മാമൂല് കൊണ്ട് മുൻകടക്കപ്പെട്ടാൽ കൗലിഹി, അതുപോലെ സൈദ കൗല് പോലെ അതിൻ്റെ ജവാബ് വരുന്നുണ്ട്. ഷീറിന് ശേഷം ബത്തൽ അമലു ഹാദിൻ്റെ അമല് ആ മന്നാഫിൻ്റെ അമല് ബാത്തിലാവുന്ന. അപ്പം അതിൻ്റെ ഇടയിൽ ഷീറാ ഉള്ളത്, നോക്കാം നമുക്ക്. ഏതാ ഷീർ? വഖാലു തഅറഫ് ഹൽ മനാസില മിൻ മിന വമാ കുല്ല മൻ വാഫ മിനൻ അന ആരിഫൂന. ഇത് പറഞ്ഞ ഖായില് മുസാഹമ ബിനുൽ ഹാരിസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ കവിത. നമുക്ക് നോക്കാം എന്താ പറഞ്ഞത്. ഖാലു അവർ പറഞ്ഞു, തഅറഫഹ വഖാലു അവർ പറഞ്ഞു, തഅറഫഹ അവളെ നിങ്ങൾ അന്വേഷിക്കുക, അവളെ നീ അന്വേഷിക്കുക. അൽ മനാസില വാസസ്ഥലങ്ങളിൽ അവളെ നിങ്ങൾ അന്വേഷിക്കുക എന്നവർ പറഞ്ഞു. മിനയിൽ നിന്നുള്ള വാസസ്ഥലങ്ങളിൽ അവളെ നിങ്ങൾ അന്വേഷിക്കുക എന്നവർ പറഞ്ഞു. വമാ അനിയ നമുക്ക് ഷാഹിദ് വമാ കുല്ലമൻ വാഫ എന്ന് പറഞ്ഞാൽ അത്താന്നമാൻ അവിടെ. വമാ കുല്ലമൻ വാഫ മിനൻ അന ആരിഫൂന,
വമാ കുല്ലമൻ വാഫ ചെന്നവരെ എല്ലാം മിനയിൽ ചെന്നവരെ എല്ലാം ഞാൻ ആരിഫിനെ അറിയുന്നവനല്ല എന്നാ. അപ്പോൾ ആരിഫ് നോക്കി നിങ്ങൾ മാൻ്റെ ശരിക്ക് ഇപ്പോൾ വമാ ആരിഫുൻ കുല്ലമൻ വാഫ മിനെന്ന വെൻ്റ് അങ്ങനെ വന്നതിന് പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ വമാ കുല്ല എന്ന കുല്ലമൻ വാഫ എന്ന് കുല്ല ഇതിൻ്റെ മാമൂല ആരിഫുൻ എന്ന ആരിഫിൻ്റെ ഖബറിൻ്റെ മാമൂല അഥവാ ആരിഫ് ഇസ്മുഫായിൽ അമൽ ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ മഫ്ഊലാണ് കുല്ല കണ്ടോ. അപ്പോൾ ഈ ഖബറിൻ്റെ മാമൂല് എന്ത് വന്നിട്ടുണ്ട് ഇസ്മിനേക്കാൾ എന്ന അനനെക്കാട്ട് മുന്തി വന്നില്ലേ. അപ്പോൾ ഇനി അമലില്ല മാൻ്റെ ഇസ്മ എന്ന് തന്നെ പറയാൻ പറ്റൂല. അപ്പോൾ മുബ്തദവും ആരിഫിന് ഖബറാക്കിയാൽ വെക്കാൻ പറ്റൂ. ഇവിടെ അമൽ കിട്ടിയില്ല. അല്ലെങ്കിൽ വമാ കുല്ലമൻ വാഫ ആരിഫ് എന്നല്ലേ പറയേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അമൽ കിട്ടിയില്ല? ഇവിടെ കുല്ല എന്ന ആ ഖബറിൻ്റെ ആരിഫ് എന്ന ഖബറിൻ്റെ മാമൂൽ അഥവാ മഫ്ഊലും ബിഹി അനയേക്കാളും ഇവിടെ മുന്തി വന്നു. അതുകൊണ്ട് അമൽ കിട്ടിയിട്ടില്ല എന്നർത്ഥം. ഇത് ജർഫോ അല്ല ജാർ മജ്റൂർ അല്ല. ഈ മാമൂലിൻ്റെ വിഷയത്തിൽ ജർഫോ ജാർ മജ്റൂറാണ് പറ്റും ശേഷം പറയുന്നുണ്ട്. പക്ഷെ കുല്ലതല്ലല്ലോ. അപ്പോൾ അത് ജർഫോ അല്ല ജാർ മജ്റൂർ അല്ല, അതുകൊണ്ട് അത് പറ്റില്ല. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് അവിടെ ഷാഹിദ് ഇട്ടോ. അപ്പോൾ കുല്ല കാരണം മാമൂല് മുന്തി ഇബ്നു മാലിക് റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മൾ ശേഷം പറയുന്നിടത്തിൽ നമുക്ക് അവിടെ പറയാം. അഥവാ വസബ്ക ഹർഫി ജർരിൻ ഔ ദർഫിൻ കമാ ബി അൻത മാനിയൻ അജാസൽ ഉലമാന. അപ്പോൾ ഖബറിൻ്റെ മാമൂലി എന്താ സർഫോ ജാർ മജ്റൂറാണ് മുന്താന്നാ അത് ജായിസാക്കിയിട്ടുണ്ട്. ഇവിടെ സർഫല്ല കുല്ലാവുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ വന്നാൽ നേരത്തെ പറഞ്ഞതിൻ്റെ വാക്യാണ് പറയില്ലേ ബത്തല അമലുഹ. അപ്പം മന്നാഫിൻ്റെ അമല് ബാത്തിലായി. അപ്പോൾ മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്. ഏതൊഴികെ ഇല്ല ഇതാക്കാന മാമൂലുഹു ആ ഖബറിൻ്റെ മാമൂല് ആയാലൊഴികെ സർഫോ ഔ ജാറും മജ്റൂർ ആയാലൊഴികെ അപ്പോൾ പ്രശ്നമല്ല, അമലുണ്ടാവും. അപ്പോൾ ഫലാ യബ്തുലു അമലുഹ അതിൻ്റെ അമല് ബാത്തിലാവൂല എന്നാ. അമല് ബാത്തിലാവൂല. മനസ്സിലായില്ലേ? അപ്പം ഖബർ ഇസ്മു ഖബറും എന്താവണം തർത്തീബ് തന്നെ വരണം. ആ ഖബർ ജാർ മജ്റൂർ ആയാലും പറ്റൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് പറ്റുമെന്ന് ഇബ്നു ഉസ്ഫൂറിൻ്റെ അടുക്കലേ പറ്റൂ. നേരെ മറിച്ച് ഖബറിൻ്റെ മാമൂലി ഇസ്മിനെക്കാട്ടി മുന്താണെങ്കിലോ അവിടെ വ്യത്യാസമുണ്ട്. അവിടെ സർഫ് ജാർ മജ്റൂർ പറഞ്ഞാൽ പറ്റും എന്നാണ്, അമൽ കിട്ടും എന്നാണ്. അതാ മനസ്സിലാക്കേണ്ടത്. ബി തഖദ്ദുമിഹ എന്താ അത് മുന്തിയ കാരണത്താൽ അഥവാ മുന്തിയ കാരണം കൊണ്ട് അഥവാ സർഫോ അല്ലെങ്കിൽ ജാർ മജ്റൂറോ മുന്തൽ കൊണ്ട് അതിൻ്റെ അമൽ എന്താവൂല ബാത്തിലാവൂല എന്നർത്ഥം. കാരണം ലി തവസ്സുഇഹിം ഫീഹിമ ജാർ മജ്റൂറിൽ എന്താ മറ്റുള്ളതിനെക്കാട്ടിലും എന്താ വിശാലത ഉണ്ട് എന്നല്ലേ. അതാണ് ആ ഒരു വിശാലമാക്കിയ കാരണത്താൽ ഫീഹിമ ജാർ മജ്റൂറിൽ. അത് നമ്മൾ പറയുന്നത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ജാർ മജ്റൂറിന് ബാക്കിയുള്ളതിനെ കുറിച്ച് എപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടാവും. അതുള്ള കാരണത്താലാണ്. നഹ്വു നോക്കി മാ ഇൻദക സൈദുൻ മുഖീമൻ. ഇവിടെ സെയ്ദ് എന്ന ഇസ്മിനേക്കാളും മുന്തിയിട്ടുണ്ട് എന്ത് മുഖീമൻ എന്നുള്ള ഇൻദക്കൻ്റെ മുത്തഅല്ലിഖ് മുഖീമന. അപ്പോൾ മുഖീമൻ്റെ മാമൂലാണ് ഇൻദക്ക. അപ്പോൾ ഖബറാണുള്ളത്. ആ ഖബറിൻ്റെ മാമൂല് മുന്തി. പക്ഷേ ഇവിടെ മാക്ക് അമൽ കിട്ടിയിട്ടുണ്ട്. ഇസ്മിനെക്കാട്ടി മുന്തിയിട്ട് അമൽ കിട്ടി. കാരണം എന്താ ഇന്ത സർഫാൻ. നേരെ പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞ പദ്യത്തിൽ കുല്ല എന്തല്ല സർഫു അല്ല ജാർ മജ്റൂർ അല്ല, അതുകൊണ്ട് അമൽ കിട്ടിയില്ല. അപ്പം മുഖീമൻ. അപ്പോൾ നമ്മൾ ഇറാ പറയുമ്പോൾ മാൻ്റെ ഇസ്മു സൈദുൻ അതിൻ്റെ ഖബർ മുഖീമൻ എന്ന് പറയാം. മുഖീമൻ എന്ന് പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? വമാ ബി അൻത മാനിയൻ അൽഫിയൽ ഇബ്നു മാലിക് പറഞ്ഞത് ഉദാഹരണം തന്നെ. കമാ ബി അൻത മാനിയൻ കണ്ടാ. മാ ബി അൻത നീ അല്ല, മാനിയൻ ശ്രദ്ധിക്കുന്നവനല്ല, ബി എന്നെ എന്നർത്ഥം. കമാ ബി അൻത മാനിയൻ കമാ ബി അൻത മാനിയൻ. അപ്പോൾ മാനി ബീൻ്റെ മുത്തഅല്ലിഖ് എന്താ മാനിയൻ എന്നുള്ളതാണ്. അപ്പോൾ മാനിയൻ്റെ മാമൂലാണ് ബി, അതാണ് ജാർ മജ്റൂറാണ്. അപ്പോൾ ഇവിടെ അമൽ കിട്ടി. മാൻ്റെ ഇസ്മ അൻത മാനിയൻ്റെ ഖബറായി. മാനിയൻ തന്നെ പറഞ്ഞല്ലോ. വമാ ബി അൻത മാനിയൻ നീ എന്നെ ശ്രദ്ധിക്കുന്നവനല്ല അർത്ഥം. പിന്നെ വഇല റാബിഅ നാലാമത്തെ നിബന്ധനയിലേക്ക് മുസന്നിഫ് അശാറ ബിഖൗലിഹി ഇബ്നു ഹിശാം റഹ്മഹുല്ലാഹി ഇശാറത്താക്കിയത് വലഖ്തറനൽ ഖബറു ബി ഇല്ലാ. ഖബർ ഇല്ലനോട് അടുക്കരുത്, ബന്ധിച്ച് വരരുത്. അത് പറഞ്ഞാൽ എന്താ നഫി നിലനിൽക്കണം. ഇബ്നു മാലിക് അൽഫിൽ പറഞ്ഞത് എന്താ മഅബഖൻ നഫി ബാക്കിയാവണം. ഇല്ലനോട് ബന്ധിച്ച് വരുമ്പോൾ പിന്നെ രണ്ട് നെഗറ്റീവ് വന്നാൽ പിന്നെ പോസിറ്റീവായല്ലോ. ഇല്ല എന്ന് പറഞ്ഞാൽ പോസിറ്റീവായില്ലേ. അപ്പം നഫി ബാക്കിയായില്ല. അതാണ് ബഖൻ നഫി എന്ന് ഇബ്നു മാലിക് പറഞ്ഞ നഫി ബാക്കിയാവണം. ഈ ഖബറിനോട് ഇല്ല ബന്ധിച്ച് വന്നാൽ പിന്നെ നഫി ഇല്ലാതായി പോകും. നോക്കാം നമുക്ക് ഫലവിഖ്തറന ബിഹാ അതിനോട് ഇല്ല ബന്ധിച്ചു വന്നാൽ ഇല്ലയോട് ബന്ധിച്ചു വന്നാൽ എന്താ ഉഹ്മിലത്ത്. അപ്പോൾ എന്തില്ല അമല് കിട്ടൂല, അമലിനെ വത്തിട്ട് ഒഴിവാക്കപ്പെടും.
അതാണ് പറഞ്ഞത് ഫല വിഖ്തറന ഖബർ ബന്ധിച്ചു വന്നാൽ ബിഹ ഇല്ലയോട് ഉഹ്മിലത്ത് അപ്പം എന്ത് ചെയ്യൂ ആ ഇഹ്മാലി ചെയ്യപ്പെടും അവഗണിക്കപ്പെടും. നഹവു ഖൗലിഹി തആല നോക്കിങ്ങൾ അള്ളാഹിൻ്റെ കൗല് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ കണ്ടാ റസൂൽ എന്ന അമൽ കിട്ടിയല്ല ഇല്ല വന്നത് കൊണ്ട് നഫി പോയി. മുഹമ്മദ് എന്താ മുഹമ്മദ് റസൂലാണ് എന്നല്ലേ അപ്പം നഫി പോയല്ലോ, മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അമല് കിട്ടൂല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി എന്നുള്ള ആയത്താണത്. ആ മറ്റൊരു ഉദാഹരണം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിങ്ങൾ വമാ അമ്രുന ഇല്ലാ വാഹിദ അവിടെ ഖമറിലെ ആയത്താണല്ലോ. അവിടെ അങ്ങനെ തന്നെ രണ്ട് അവിടെ വമാ അമ്രുന ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവായല്ലോ. എന്താ അർത്ഥം? നമ്മുടെ കൽപ്പന ഒരൊറ്റ പ്രഖ്യാപനം മാത്രമാകുന്നു എന്നാ. അപ്പം നഫി പോയി. അതാണ് ഇല്ല വരുമ്പോഴുള്ള പ്രശ്നം. അതാണ് ബക്കൻ നഫീൻ ഇബ്നു മാലിക് പറഞ്ഞത് നഫി ബാക്കി അവരോട് കൂടെ. മനസ്സിലായില്ലേ? വ മിസാലു ഇനി ഒരു ഉദാഹരണം പറയുകയാണ് ഈ ഷർത്തൊക്കെ ഒത്തേത്. വ മിസാലു മസ്തൗഫ ശുറൂത്തു ഇൻദകും അവരുടെ അടുക്കൽ ഈ ഷർത്തൊക്കെ പൂർത്തിയായ ഒന്നിൻ്റെ ഉദാഹരണമാകുന്നത് നഹ്വു ഖൗലിഹി തആല അള്ളാഹുവിൻ്റെ കൗലാണ്. ഏതാ കൗല് പോലെ മാ ഹാദാ ബശറൻ എന്നാ. അപ്പം അമൽ കിട്ടി മാ ഹാദാ ബശറൻ. ബശറൻ അമൽ ചെയ്തു മാൻ്റെ ഇസ്മ. മാ ഹുന്ന ഏതാ വാവ് അബ്തുഫിൻ്റെ ആണ്. ഖുർആനിൽ വന്നത് എങ്ങനെ മാ ഹുന്ന ഉമ്മഹാത്തിഹിം അതിന് ഉദാഹരണം അതാണ്. വാവ് ആയത്തിലുള്ള അല്ല കേട്ടോ അബ്തുഫ്. അപ്പോൾ മാ ഹാദാ ബശറൻ അതേപോലെ തന്നെ മാ ഹുന്ന ഉമ്മഹാത്തിഹിം മാ ഹുന്ന ഉമ്മഹാത്തിഹിം അപ്പോൾ ഖുർആനിൽ വന്നതാണത്. എന്നാൽ അമ്മ ബനൂ തമീം ബനൂ തമീം ആകുന്നത് ഫലാ യുഅമിലൂന ഷൈആ ഫലാ യുഅമിലൂന മാ ഷൈആ ആ മാനെ ഒരു അമലും അമലെ ചെയ്യിപ്പിക്കൂല. ആര്? ബനൂ തമീം ഗോത്രക്കാർ. അപ്പോൾ ബനൂ തമീം അപ്പോൾ ഹിജാസുകാരുടെ അടുക്കലാണ്. പക്ഷേ ഖുർആനിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ബനൂ തമീം എന്ത് ചെയ്തിട്ടില്ല? മാന ഒരു അമലും വലാ യുഅമിലൂന മാ അമൽ ചെയ്യിപ്പിക്കുകയില്ല മാന ഷൈഅൻ. അപ്പോൾ അതാണ് ഖിയാസ്. കാരണം എന്താന്ന് വെച്ചാൽ അസ്ലെന്താ ഇസ്മിൻ്റെ മേലും ഫിയാലിൻ്റെ മേലും ദുഹൂലാകുന്ന ഹർഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസ്ലി ഒന്ന് അമൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇസ്മിൻ്റെ മേലും ഫീലിലും പ്രവേശിക്കുന്ന ഹർഫ് അതിൻ്റെ അസ്ലെന്താ അമൽ ചെയ്യാതിരിക്കുക. മനസ്സിലായോ? അതാണ് ഖിയാസ്. പക്ഷേ ഖുർആനിൽ വന്നിട്ടുണ്ട് അങ്ങനെ. ഖിയാസ് അതാണെങ്കിലും ഖുർആനിൽ വന്നതാണ്. ഖുർആൻ അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. വയഖ്റഊന അവർ പാരായണം ചെയ്തു മാ ഹാദാ ബശറുൻ പാരായണം ചെയ്തത്. വഖദ പ്രകാരം തന്നെ അടുത്ത് നോക്കുക തഅമലു അമൽ ചെയ്യും അമല ലൈസ ലൈസ അമൽ ചെയ്യും ലന്നാഫിയ അമൽ ചെയ്യും. അതന്നെ ലിൽ വഹദത്തി ഒന്നോക്ക് നാഫിയ ലിൽ വഹദത്തിനായിരിക്കും. അല്ലെങ്കിൽ ഒരു ജിൻസിനെ മൊത്തത്തെ തന്നെ വർഗത്തിൽ തന്നെ എന്ത് ചെയ്യും? നഫി ചെയ്യും. കാരണം ലാ മാഖബിൽ വന്നാൽ നഫി അത് ഉമൂമിനെ അറിയിക്കല്ലോ. ലാക്കിൻ പക്ഷേ എല്ലാം യരിദ അമലുഹ അതിൻ്റെ അമൽ വന്നിട്ടില്ല ഇല്ലാ ഫി ശരീരല്ലാതെ വന്നിട്ടില്ല. കമാ സയതി വരുന്നത് പോലെ. ഏതാ നോക്കാം. വ ഇന്നമാ മറിച്ച് മാത്രമല്ല വ ഇന്നമാ തഅമലു ഈ ലാ അമൽ ചെയ്യുക വ ഇന്നമാ തഅമലു ലാ അമൽ ചെയ്യുക ബിശുറൂത്തി ഷർത്തുകളോട് കൂടിയ അൽ മദ്കൂറ പറയപ്പെട്ട ഷർത്തുകളുണ്ടല്ലോ നമ്മൾ മാക്ക് ഫീ മാല് പറയപ്പെട്ട ഷർത്തോട് കൂടിയ ഈ ലാവ് അമൽ ചെയ്യും. മനസ്സിലായോ? പക്ഷെ ഒന്നൊഴികെ മാദസാരി രണ്ടാമത്തത് ആ രണ്ടാമത്തേത് ഏതാ? രണ്ടാമത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്താ? ഈ സായിദായ വലം യുസ്ബഖ് ബി ഇനി സായിദ പറഞ്ഞില്ലേ? സായിദ ഇന്ന് അതൊഴികെ എന്ന് പറയാൻ കാരണം എന്താ? ഈ ലാക്ക് ശേഷം സായിദായ ഇന്ന് വരൂല. അസ്ലെന്ന നിലക്കന്നെ അത് വർദ്ധിപ്പിക്കപ്പെടൂല. മനസ്സിലായോ? അപ്പോൾ പിന്നെ അത് ആവശ്യമില്ലല്ലോ. അതാണ് മാദസാനി രണ്ടാമത്തെ ഒഴികെ. ബാക്കിയുള്ളതൊക്കെ ഷർത്ത് തന്നെ. പിന്നെ അതിൻ്റെ കൂടെ എന്തുകൂടി വ ബിശർത്തി തൻകീരി മഅമൂലൈഹ അതിൻ്റെ രണ്ട് മഅമൂൽ ഇസ്മു ഖബറും അത് നെക്ര തൻകീറാക്കൽ നിബന്ധനയോട് കൂടെ എന്നാ. ഇതൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. രണ്ടും നെക്ര അയക്കണം എന്നാ. ഇബ്നു മാലിക് അങ്ങനെയല്ല പറഞ്ഞു. ഫിന്നെ കിറാത്തി ഉഅമിലത് കലൈസ ലഹ് നെക്രയിൽ കലൈസയെ പോലെ ലാ അമൽ ചെയ്യപ്പെട്ടു. വഖദ് യലീലാത്ത വ ഇൻ സൽ അമല വഖദ് തലീലാത്ത ലാത്തയും വ ഇന്നും ഈ അമലിനോട് അടുത്തു എന്നാ. ഇന്നിൻ്റെ ഇവിടെ പറഞ്ഞിട്ടില്ല, നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ നാദിറായത് കൊണ്ടാണ്. നമുക്ക് അതിൻ്റെ നിബന്ധന നോക്കാം. തഅസ്സ ഫലാ ശൈഉൻ അലൽ അർദി ബാഖിയ വലാ വസറും മിമ്മാ ഖദല്ലാഹു വാഖിയാന. ഇവിടെ എന്താ? ഇവിടെ നമുക്ക് എന്താ തെളിവ്? തഅസ്സ എന്ന് പറഞ്ഞാൽ അവിടെ നീ ക്ഷമിക്കുക എന്ന മാനെ. തഅസ്സ നീ ക്ഷമിക്കുക. ഫലാ ശൈഉൻ അലൽ അർദി ഭൂമിക്ക് മീതെ ഒരു ഷെയ്ഉമില്ല, ഒരു വസ്തുവുമില്ലാണ്. ഇവിടെ ജിൻസ് തന്നെയാണ്, ഒന്നും തന്നെയല്ല. ഉണ്ടാവും ബാക്കിയായിട്ടൊന്നും തന്നെയല്ല. വലാ ഷെയ്ഉൻ അലൽ അർദി ബാക്കിയ. അതേപോലെ വലാ വസർ മൽജ വലാ വസറിനൊരു സങ്കേതം ഒരു കോട്ടയുമില്ല. മിമ്മാ ഖദല്ലാഹു അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന്
വാക്കിയൻ സംരക്ഷിക്കുന്നതായ ഒരു കോട്ടയുമില്ല. കണ്ടോ? അപ്പം നമുക്കിവിടെ ഷാഹിദ് എന്താ നിങ്ങൾക്ക് ഫലാ ഷെയ് ഉൻ എന്താ അമൽ ചെയ്തു, ഷെയ് നെക്കറല്ലേ, അപ്പോൾ ഇവിടെ ജിൻസിനെ തന്നെയാണ്. ഫലാ ഷെയ് ഉൻ അലല്ലാർദി ബാക്കിയ, രണ്ടും നെക്കിറാണ്. അല്ല ഷെയ് ഉൻ ബാക്കിയ നെക്കിറാണ്. പിന്നെ വലാ വസറുൻ വാക്കിയ, രണ്ടും നെക്കിറാണ്. അപ്പോൾ ഫലാ ഷെയ് ഉൻ ലാൻ്റെ ഇസ്മ ഷെയ് ഉൻ ബാക്കിയ അതിൻ്റെ ഖബർ, വലാ വസറുൻ ലാൻ്റെ വസറുൻ ലാൻ്റെ ഇസ്മ വാക്കിയൻ അതിൻ്റെ ഖബർ. കാരണം രണ്ടും പറഞ്ഞ ഷർത്ത് ഒത്തിട്ടുണ്ട്, നെക്കിറാണല്ലോ. അപ്പോൾ ഫലാ തഅമലു, അതാ ഫലാ തഅമലു ലാ അമൽ ചെയ്യൂല ഫി മാരിഫ, മാരിഫയിൽ അമൽ ചെയ്യൂല എന്നാ. വലിഹാദാ ഗുല്ലിത്തൽ മുതനബ്ബി ഫി ഖൗലിഹി. അപ്പോൾ വലിഹാദാ ഗുല്ലിത്തൽ മുത്തനബ്ബിഉ പ്രവാചകത്വം വാദിച്ചവനാണല്ലോ, അവന് പിഴവ് ആരോപിക്കപ്പെട്ടു എന്നാണ്. പക്ഷേങ്കിൽ ഇത് മറ്റാളുകൾ ഇങ്ങനെ മാരിഫയിൽ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലാൻഡ് അമലിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ആറാകൾ നമുക്ക് കാണാൻ സാധിക്കും നഹ്വികളുടെ അടുക്കൽ. ഇബ്നു മാലിക് ഈ ഷർത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഷീറിൽ മാത്രമേ പറ്റൂ എന്നുള്ള അഭിപ്രായമല്ല ഇബ്നു മാലിക്കിന്. നമ്മൾ പറഞ്ഞില്ല ഷീറിൽ മാത്രമേ ഇത് പറ്റൂ എന്ന് പറഞ്ഞവരുണ്ട്. ഇബ്നു മാലിക് അഭിപ്രായമല്ല. എന്നാൽ ഇതിൻ്റെ അമലിനെ തന്നെ തടഞ്ഞോലുണ്ട്. അഖ്ഫശിമാം ഉപരീദിമാമൊക്കെ ഇതിൻ്റെ അമലിനെ തന്നെ തടഞ്ഞോലാ. ഞാൻ പറഞ്ഞില്ലേ ഇബ്നു ജിന്നിയും ഇബ്നു ഷജരിയും ഒക്കെ മാരിഫയിലും അമൽ ചെയ്യുന്ന അഭിപ്രായക്കാരാണ്. അപ്പോൾ ഈ മുത്തനബിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ മാരിഫയിൽ അമൽ ചെയ്യൂല അലി വഹവലി ഹാദാ ഗുല്ലിത്തൽ മുത്തനബിക്ക് പിഴവ് ആരോപിക്കപ്പെട്ടു എന്നറിയില്ല ഫി ഖൗലിഹി. എന്താ മുത്തനബി പറഞ്ഞ നോക്കുമ്പോൾ ഇദൽ ജൂദു ലം യുർസഖ് ഖലാസൻ മിനൽ അദാ ഫലൽ ഹംദു മക്സൂബൻ വലൽ മാലു ബാഖിയന. ഇലൽ ജൂദ് എന്ന അത്താ ധർമ്മം, അതെന്താ ലം യുർസഖ്, ഇദൽ ജൂദു ലം യുർസഖ്, അത് റിസ്ക്കാക്കപ്പെടുകയില്ല. ഖലാസൻ മിനൽ അദാ, അതയിൽ നിന്നുള്ളൊരു ഖലാസായിട്ട്, ബുദ്ധിമുട്ടുന്നുള്ളൊരു ഖലാസായിട്ട് അത് റിസ്ക്കാക്കപ്പെടൂല എന്നാ. എന്നിട്ട് നോക്കിയപ്പോൾ ഖലാസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൽ, അതിൽ നിന്ന് രക്ഷപ്പെടലായിട്ട് ആക്കപ്പെടൂല എന്നാ, റിസ്ക്കാക്കപ്പെടൂല ജൂദ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷാഹിദ് എന്താ പറഞ്ഞാൽ, അപ്പോൾ ഫലൽ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ജവാബ് പറയാം. ഇതാലം ജവാബാണ് ഇദൽ ജൂദു ലം യുർസഖ് ഖലാസൻ മിനൽ അദാ. എന്താ ഈ ജൂദ് നൽകപ്പെടുകയില്ലെങ്കിൽ, അതിൽ നിന്നുള്ള പീഡനത്തിലെ രക്ഷയായിട്ട് നൽകപ്പെടില്ലെങ്കിൽ, അപ്പോൾ ഫലൽ ഹംദു ഹംദല്ല മക്സൂബല്ല സമ്പാദിക്കപ്പെടുന്നതല്ല, വലൽ മാലു ബാക്കിയ മാല് ബാക്കിയാവുന്നതുമല്ല എന്നാ. ഇവിടെ പമലി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്താ നമുക്ക് ഷാഹിദ് ഫലൽ ഹംദു മക്സൂബൻ കണ്ടോ, അൽ ഹംദ് അവിടെ മാരിഫല്ലേ, മക്സൂബൻ അമൽ കിട്ടിയതിൻ്റെ കണ്ടോ, വലൽ മാലു അവിടെ മാരിഫാണല്ലോ. അപ്പോൾ മാരിഫയിൽ അമൽ ചെയ്തിട്ടുണ്ട്. ഇതാ മുത്തനബിൻ്റെ കിട്ടാ, മുത്തനബിൻ്റെ എങ്ങനെ വന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ അറാബ് പറയുകയാണെങ്കിൽ ഇദൽ ജൂദു, ഇതാ ദർഫാണ് സമാൻ, ദർഫു സമാൻ. പിന്നെ ഇദൽ ജൂദു, ജൂദ് നായിബ് ഫായിലാണ്. അപ്പോൾ മഹദൂഫ് ഫാരിഫിൽ നായിബ് ഫായിൽ ആക്കേണ്ടി വരും. മുഫസ്സിർ ശേഷം പറഞ്ഞിട്ടുണ്ടല്ലോ യുർസഖ്, അതേ വെക്കേണ്ടി വരും. ലം എന്നുള്ളത് ജാസിമിൻ്റെ ഹർഫാണ്. യുർസഖ് ഫീൽ മുദാരി മജ്സൂമാണ്. നായിബ് ഫായിൽ ദമീർ മുസ്തത്തിർ. ഖലാസൻ എന്നത് രണ്ടാം മഫൂല, ഖലാസാക്കപ്പെടുകയില്ല. ജൂദ് നൽകപ്പെടുക എന്നുള്ളത് ഖലാസാവുകയില്ല. പിന്നെ മിനൽ അദാ എന്നുള്ളത് അതിൻ്റെ മുത്തല്ലക്ക് ഖലാസ് എന്നുള്ളത്. ഫ ജവാബ് ഇദാൻ്റെ ജവാബിൽ വന്നതാണ്. ലാ നാഫിയാണ്. അൽ ഹംദ് നമ്മളുണ്ട് ഇസ്മുല മക്സുബൻ ഖബറുല, വലാ വാവ് ആത്തുഫാണ്. ലാ നാഫിയ ലൈസൻ അമൽ ചെയ്തു. അൽ മാലു അതിൻ്റെ ഇസ്മാണ്, ബാക്കിയ ഖബറാണ്. കണ്ടോ, ഇതാണ് നമുക്ക് തെളിവ്. ലൽ ഹംദു മക്സൂബൻ വലൽ മാലു ബാക്കിയ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതിൽ എന്ത് മുത്തനബിക്ക് പിഴവ് ആരോപിക്കപ്പെട്ടു എന്നാ, പിഴവ് പറയപ്പെട്ടു. പക്ഷേങ്കിൽ മറ്റുള്ളവരും ഞാൻ പറയില്ല, ഈ അഭിപ്രായങ്ങൾ മറ്റ് ഇബ്നുൽ ജിന്നിയും ഇബ്നു ഷജരിയും ഒക്കെ മാരിഫുൽ അമൽ ചെയ്യാൻ അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ മറ്റു കവിതകളും നമുക്ക് കാണാൻ പറ്റും. വഹല്ലത്ത് നാബിഗൻ്റെ കൗല് പോലെ അതാ വഹല്ലത്ത് സവാദൽ ഖൽബി ലാ ആന ബാഗിയ കണ്ട അവിടെ ഉണ്ട്. അൽഫിൻ്റെ ഷറഹിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൽബിൻ്റെ ഹൃദയത്തിൻ്റെ മധ്യത്തിലിറങ്ങി ലാ അന ബാഗിയാണ്ടോ, ലാ അന ബാഗിയൻ അവിടെ അമലിട്ടി. അന ബമീർ മാരിഫാണ്ടോ, ഞാൻ ആഗ്രഹിക്കുന്നവനല്ല സിവാഹ അവളല്ലാത്തവളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാ അന ബാഗിയാന്ന ലാ അന, അപ്പോൾ അവിടെ അമൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരും ഇവിടെ പറഞ്ഞു, മറ്റോരും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം, മനസ്സിലായി. അതുപോലെ തന്നെ മറ്റ് വേറെയും കാണാം അവിടെ ഷറഹസ് ഷുസൂറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ മാരിഫൽ അമൽ ഇതെന്ന് വേറൊരു
ഷെയർ കൂടി കാണാം. അൻകർതുഹാ ബഅദ അഅവാമിൻ മദൈന ലഹാ ലദ്ദാറു ദാരൻ വലൽ ജീറാനു ജീറാനാ. കേട്ടോ, അൻകർതുഹാ ഞാൻ എന്ത് ചെയ്തു, വെറുത്തു. അൻകർതുഹാ വീടുകളെ വെറുത്തു. ബഅദ അഅവാമിൻ മദൈന ലഹാ ആ വീടുകൾക്ക് കഴിഞ്ഞു കടന്ന കൊല്ലങ്ങൾക്ക് ശേഷം ആ വീടുകളെ ഞാൻ വെറുത്തു. ലദ്ദാറുദാരൻ, കണ്ടോ, ലദ്ദാറു മാരിഫ, ലദ്ദാറുദാരൻ ആ വീട് യഥാർത്ഥ വീടല്ല. വലൽ ജീറാനു ജീറാന അയൽവാസികൾ യഥാർത്ഥ അയൽവാസികളുമല്ല. അപ്പോൾ രണ്ടിടത്തും മാരിഫാണ്. ലദ്ദാറുദാരൻ വലൽ ജീറാനു ജീറാൻ. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇനി നമ്മളിപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ പറഞ്ഞു. അമൽ ചെയ്യൂലാൻ പറഞ്ഞ അഹ്ഫഷിമ മുബർരിദ് ഇബ്നു ജിന്നി ഇബ്നു ഷജരിയും മാരിഫയിൽ അമൽ ചെയ്യുന്ന പറഞ്ഞോലാണ്. എന്നാൽ ഇങ്ങനെ പറഞ്ഞോലുണ്ട് ഏറ്റവും അർജഹ് ഷീറിൽ അമൽ ചെയ്യിക്കലാണ്, നസറിനെ കൂടാതെ. എന്നാൽ നസറിൽ എന്തല്ല മന ഇല്ല എന്ന് പറഞ്ഞോളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞോലുണ്ട് ആ വിഷയത്തിൽ. അതേപോലെ തന്നെ ഇതിൻ്റെ ഖബറിനെ കളയണമെന്ന് പറഞ്ഞോലുണ്ട്, വാജിബാന്ന് പറഞ്ഞോലുണ്ട്, പക്ഷേ വാജിബല്ല എന്ന് പറഞ്ഞോലുണ്ട്. ഏതായാലും നമുക്ക് ഈ ലാനെ കുറിച്ചൊരു ഒരു മുലഹസ പറയുകയാണെങ്കിൽ മനസ്സിലാകുക, ഈ ലൈസൻ്റെ അമൽ ചെയ്യുന്ന ലാ അതിൻ്റെ ഖബറിനെ കളയിൽ വുജൂബില്ല. വുജൂബുണ്ടെന്ന് ചിലർ വാദിച്ചിട്ടുണ്ട്, വുജൂബില്ല. അതേപോലെ തന്നെ ഈ ലാ തന്നെ മാരിഫയിലും നെക്രയിലും അമൽ ചെയ്യും നമുക്ക് കിട്ടി. പക്ഷെ അധികരിച്ചു നെക്രയിലാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഷിയറിലും നസറിലും അമൽ ചെയ്യുമെന്ന് മനസ്സിലായി. പക്ഷേ ഷിയറിലാണ് അതിനെ അമൽ ചെയ്യിപ്പിക്കൽ അഷഹറിന്ന് ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോക്കാം. വക്കത് അപ്രകാരം തന്നെയാണ് തഅമലു അമല ലൈസ, ലൈസാൻ്റെ അമൽ ചെയ്യും ലാത്തയും. വഹിയ ലന്നാഫിയ, ഈ ലാത്താണ് ശരിക്കും എങ്ങനെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വഹി ലാത്ത എന്നുള്ള ലന്നാഫിയത്തു നാഫിയലാണ്. സീദത്ത് അലൈഹ അതിൻ്റെ മേൽ വർദ്ധിപ്പിക്കപ്പെട്ടു. അത്താ ഉലിത്ത് ഇനീസിൽ ലഫ്ദ് താഇനെ വർദ്ധിപ്പിക്കപ്പെട്ടതാണ്. താഇനെ ഒന്നുക്ക് എന്തിനു വേണ്ടിയാൽ ഈ തെനീസിൽ ലഫ്ദിനെ തെനീസാക്കാൻ വേണ്ടി സുമ്മത്തലൊക്കെ വർദ്ധിപ്പിക്കല്ലോ എന്നതുപോലെ തന്നെ സുമ്മത്താലൊക്കെ നമ്മൾ താനെ വർദ്ധിപ്പിക്കല്ലേ, ആ നിൽക്കാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഏത് നിൽക്കാണ് ഔ ലിൽ മുബാലഗ്, അല്ലെങ്കിൽ മുബാലഗക്ക് വേണ്ടിയാണ് എന്ന് വെക്കണം. മുബാലഗക്കോ അല്ലെങ്കിൽ ലഫ്ദിനെ തെനീസാക്കാൻ വേണ്ടിയോ എന്ന് വെക്കുക. മനസ്സിലായില്ലേ, ആ നിൽക്കാണ്. അപ്പോൾ പിന്നെ ബാക്കിയോടെ പറയുന്നില്ല. എന്താ എങ്ങനെ ഫത്ത് വന്ന് ഡൗട്ട് വരും, തീർന്നല്ലേ വണ്ടി. അപ്പോൾ അത് എന്തിനാ ഫത്ത് എന്ന് പറയുമ്പോൾ അത് ഈ തഹരീക്ക് ചെയ്തത് ഇൽത്തിക്കാവു സാക്കിനി ആയതുകൊണ്ടാണ്. ഇൽത്തിക്കാവു സാക്കിനി എന്ന് പറഞ്ഞാൽ എങ്ങനെ ലാത്ത് എന്നാവൂലേ, ലാത്ത് ലാൻ്റെ അലിഫിന് സുക്കൂനല്ലേ, താക്ക് സുമാൻ ഇൽത്തിക്കാവു സാക്കിനി ആകുമല്ലോ. അതുകൊണ്ടാണ് ലാത്താണ് തഖ്ഫീഫിന് വേണ്ടി ഫത്ത് കൊടുത്തതെന്ന് മനസ്സിലാക്കുക. നോക്കാം. അപ്പോൾ ലാക്കിൻ പക്ഷേ ഈ അമലി ഷർത്താനി, ഇങ്ങനെ ഈ ലാത്ത് അമൽ ചെയ്യുന്നതിന് രണ്ട് നിബന്ധനകളുണ്ട്. അഹദുഹുമാ രണ്ടിൽ ഒന്നാമത്തേത് അയ്യക്കൂന മാമൂലാഹ അതിൻ്റെ രണ്ട് മാമൂലുമാകണം. ഫി ലഫ്ദിൽ ഹീനി, ഹീൻ എന്ന ലഫ്ദാവണം രണ്ടും. വസാനി രണ്ടാമത്തത് അന്നഹ, രണ്ടാമത്തെ നിബന്ധന എന്താ, അന്നഹ തീർച്ചയായും അത് ലാ യുജ്മഉ ബൈന ജുസ്ഇഹ അതിൻ്റെ രണ്ട് ജുസ്ഇൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടപ്പെടില്ല. ഏതായത് രണ്ട് ജുസ് വഹുവൽ ഇസ്മു വൽ ഖബർ രണ്ടും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്ന് കളയും, മഹ്ദൂഫായിരിക്കും. അതിലൊക്കെ എന്നുള്ള നമ്മൾ വിശദീകരിക്കാം. ബൽ മറിച്ച് യുഹദഫു അഹദുഹുമാ വുജൂബൻ അവ രണ്ടിലൊന്ന് വുജൂബ് എന്ന നിലയ്ക്ക് കളയപ്പെടും. മനസ്സിലായോ? അതാണ് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടൂല. പിന്നെ ഹീനിലെ വരൂ. ഹീനെന്ന ഗാലിബ് നോക്കാം നമ്മൾ പറയും ഇൻഷാ അല്ലാ. വൽ ഗാലിബു ഫി കലാമിഹിം, വൽ ഗാലിബ് അധികരിച്ചും ഫി കലാമിഹിം അവരുടെ കലാമിൽ ഈനെ കളയിലുള്ളത് എന്നാണ് പറയുന്നത്. കളയിൽ ഈന കൂടുതലുള്ളത് ഹദഫുൽ മർഫൂനെ കളയിലാണ് ഗാലിബുൻ അവരുടെ കലാമിൽ. അതുപോലെ തന്നെ ഇബ്ഖാഉൽ മൻസൂബിനെ ബാക്കിയാക്കലാണ്. അതാണ് ഇബ്നു മാലിക് റഹ്മഹുല്ലാ പറഞ്ഞത് വമാലി ലാത്ത ഫീ സിവാ ഹീനിൻ അമൽ, ഹീനലല്ലാതെ അമലില്ല ഇബ്നു മാലിക് അവിടെ പറഞ്ഞിട്ടുണ്ട്. വഹദ്ഫു റഫ്ഇ ഫശാ, ഉണ്ടാവും റഫുടേതിനെ കളയലാണ് ഫശാ, അതാണ് വ്യാപിച്ചത്. വലാക്സു കല്ല് തിരിച്ച് കലീലാണ്. മനസ്സിലായേ? മൻസൂബിനെ കളഞ്ഞ് റഫിനെ ബാക്കിയാക്കുക എന്നുള്ളത് കലീലാന്നർത്ഥം. മൻസൂബിനെ കളഞ്ഞിട്ട് മർഫൂനെ ബാക്കിയാക്കുക എന്നുള്ളത് കലീലാണ്. മറിച്ച് ഏതാ അധികരിച്ചത്? മർഫൂനെ കളഞ്ഞിട്ട് അതിൻ്റെ മൻസൂബിനെ ബാക്കിയാക്കലാണ് അധികരിച്ചുള്ളത്. മൻസൂബിനെ ബാക്കിയാക്കൽ. നഹ്വ അതുപോലെ വലാത്ത ഹീന മനാസിന്ന, അങ്ങനെ എന്താ ഇതിൻ്റെ അർത്ഥം? ലൈസൽ ഹീനു ഇപ്പോഴല്ല, ഹീന മനാസിൻ എന്ന് പറഞ്ഞാൽ ഈ ഫിറാരിൻ ഓടിക്കളയാനുള്ള സമയമല്ല. ഇപ്പോൾ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ, സൂറത്തു സാദിൽ വന്നിട്ടുണ്ടല്ലോ വലാത്ത ഹീന മനാസിൻ എന്ന്. എന്താ
എന്നാൽ അത് രക്ഷ പ്രാപിക്കാനുള്ള സമയമല്ല എന്നാണ്. അപ്പോൾ അവിടെ എന്താ അതിൻ്റെ ഇസ്മ കളഞ്ഞു വെച്ചിട്ടുണ്ട്, ലൈസൽ ലാത്തൽ ഹീനു എന്ന് കളഞ്ഞു പോയിട്ട് പിന്നെ ഖബർ മൻസൂബാണ് ബാക്കിയാക്കിയത്. മനസ്സിലായില്ലേ? ആ മുഫസ്സിറുകൾ വ്യത്യസ്ത നൽകട പറഞ്ഞ ലൈസൽ ചിലര് അപ്പോൾ ലൈസൽ ഹീനു ലൈസൽ വഖത്തിനെ സങ്കല്പിച്ചുകൊണ്ടുണ്ട്. അതായത് അധികരിച്ചും ഹൈനായിരിക്കും ഉണ്ടാവുക, ഹൈന് അല്ലാതെ ആ സാറ്റോ അവാനി പോലത്തതൊക്കെ ഖലീലായിട്ടും വെച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സമയം ഓടാനുള്ള അതായത് രക്ഷ പ്രാപിക്കാനുള്ള സമയമല്ല എന്നർത്ഥം. അതാണ്. എന്നാൽ അത് രക്ഷ പ്രാപിക്കാനുള്ള സമയമല്ല എന്ന് ഖുർആനിൽ ഇതേ രൂപത്തിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ലാത്ത ഹീന എന്നുള്ള ലാത്തൻ്റെ അൽ ഹീൻ എന്ന ഇസ്മിനെ കളഞ്ഞതാണ് ഹദഫുൽ മർഫു ആണ് അധികരിച്ചുള്ളത് എന്ന് പറഞ്ഞത്. ഐ ഫിറാരി എന്ന് പറഞ്ഞു, രക്ഷ പ്രാപിക്കാനുള്ള സമയമല്ല. വഖദ് യജിഉൽ അഖ്സു നേരെ തിരിച്ചും വരും. നേരെ തിരിച്ചറിഞ്ഞാൽ എന്താ? മൻസൂബിനെ കളഞ്ഞിട്ട് മർഫൂനെ ബാക്കിയാക്കുക. ഖിറാഅത്ത് ബാദിഹിം അവരുടെ ഖിറാഅത്ത് പോലെ വലാത്ത ഹീനു മനാസിൻ റഫ്ഓട് കൂടി അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അധികരിച്ചും തിരിച്ച് നമ്മൾ പറഞ്ഞു ഹദ്ഫു റഫ്ഇ ഫശാ വൽ അഖ്സു കല്ലാതെ ഇബ്നു മാലിക് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പടവുക 2 ജുസു 2 ഫി ലഫ്ദിൽ ഹീന് 2 മാമൂല് ഹീനില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹീനാണ് കസ്റത്ത് അധികരിച്ചും. പക്ഷേ അവർ ചിലപ്പോൾ അവിടെ സായത്ത് വെക്കും, അവാനൊക്കെ വെക്കലുണ്ട് ഖലീലായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കവിത തന്നെ വന്നിട്ടുണ്ട്, ഷീർ നദിമൽ ബുഗാത്തു വലാത്ത സാഅത്ത മന്ദമി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? നദിമൽ ബുഗാത്തു അക്രമികൾ ഖേദിച്ചു, വലാത്ത സാഅത്ത മന്ദമിൻ. സാഅത്ത മന്ദമിൻ എന്താ പ്രതികാര സമയത്ത്, അക്രമികൾ പ്രതികാര സമയത്ത് ഖേദിച്ചു എന്നാ. എന്നിട്ട് പറഞ്ഞു വലാത്ത സാഅത്ത മന്ദമിൻ, അതെന്തല്ല ഖേദത്തിൻ്റെ സമയമല്ല. അപ്പോൾ വലാത്ത സാഅത്ത എന്ന് അവിടെ വെച്ചുണ്ടാവും, വലാത്ത സാഅത്ത മന്ദമിൻ. അപ്പം സാഅത്തും വന്നിട്ടുണ്ട്, അല്ലാവാന് വക്ത് ഇങ്ങനത്തൊക്കെ വരലുണ്ട്, കാണാൻ പറ്റും. അധികരിച്ചും 2 ഹീൻ തന്നെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി നമുക്ക് അൽ അഹ്റുഫുൽ മുശബ്ബഹ ബിൽ ഫിഅൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.